അയൽവാസിയുടെ ആഡംബരം കണ്ടിട്ട് ഒരിക്കലും നമ്മളെ മക്കളെ വളർത്താൻ പാടില്ല. അയൽവക്കത്ത് കാറ് വാങ്ങും, ജീപ്പ് വാങ്ങും, ലോറി വാങ്ങും. അവരുടെ സാമ്പത്തികത്തിനനുസരിച്ചിട്ട് അവർ പലതും വാങ്ങും. അത് കണ്ട് നമ്മളെ മക്കൾ നമ്മളോട് ചോദിക്കും, ഞങ്ങൾക്ക് കാറ് വേണം, മോട്ടോർ സൈക്കിൾ വേണം, എല്ലാ സൗകര്യങ്ങളും അതുമാതിരി വേണം എന്നുള്ളത് പറയും. അത് ചെറുപ്പത്തിൽ കുട്ടികളിൽ വരുന്നൊരു മോഹമാണ്. ആ മോഹത്തെ നമ്മൾ രക്ഷിതാക്കളാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതും അവരിൽ നിന്ന് ആ മോഹങ്ങൾ അകറ്റി നമ്മളെ വരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ പഠിപ്പിക്കേണ്ടതും. പഴയ കാലത്ത് കാരണവന്മാർ പറയും, ഒന്നേ ഉള്ളൂ വിചാരിച്ചാൽ ഒലക്ക കൊണ്ടടിച്ച് വളർത്തണമെന്ന്. അത് ഒരു പഴഞ്ചൊല്ലാണെങ്കിലും അത് വളരെ കറക്റ്റാണ്. ഇന്നത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത് 1-2 കുട്ടികളുള്ള കുടുംബങ്ങളാണ്. അവർ മക്കളെ നിലത്തും തലയിലും വയ്ക്കാതെയാണ് വളർത്തുന്നത്. അവരെ ഓരോ ആഗ്രഹങ്ങളും ചോദിക്കുന്നതിനനുസരിച്ചിട്ട് വാങ്ങിക്കൊടുക്കും. അത് ബാങ്ക് ലോൺ എടുത്താലും ചെയ്തു കൊടുക്കും. ഇവിടെ കൊല്ലത്ത് സംഭവിച്ചത് എന്താണെന്ന് വിചാരിച്ചാൽ 5 ലക്ഷത്തിൻ്റെ ആഡംബര ബൈക്ക് ആൾറെഡി വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ബർത്ത്ഡേ ആകുമ്പോഴേക്കും 50 ലക്ഷത്തിൻ്റെ കാറ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് അച്ഛനും മകനും തമ്മിൽ വാഗ്ദാനമായി. അവസാനം അടിയിൽ കലാശിച്ചു. അച്ഛൻ്റെ വരെ അടി കിട്ടിയിട്ട് മകൻ മരിച്ചു. ഈ ദുഃഖകരമായൊരു അനുഭവം ഒരു കുടുംബത്തിൽ വന്നാൽ അവർക്ക് ഇനി അമ്മയ്ക്കും അച്ഛനും എങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റും? പെട്ടെന്ന് ഇരിക്കുന്ന ഒരാവശ്യത്തിലായിരിക്കാം അത് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ എന്തെങ്കിലും മർമ്മത്ത് തട്ടിയിട്ടുണ്ടാവും. സംഭവിക്കേണ്ടത് സംഭവിച്ചു. പക്ഷെ നമ്മൾ ഓരോ രക്ഷിതാക്കളും മനസ്സിലാക്കേണ്ടത് നമ്മുടെ വരുമാനത്തിനനുസരിച്ച് കുട്ടികളെ ശ്രദ്ധിച്ച് വളർത്തുക. അല്ലെങ്കിൽ നമ്മളെ ജീവിതം മുഴുവനും കഷ്ടപ്പെടാനും സങ്കടപ്പെടാനും സമയം ഉണ്ടാവുള്ളൂ. ഇതൊന്ന് കണ്ടു.